എന്തിനാ പറയുകയാണ്, നിങ്ങളൊരു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു സീസൺ രാജസ്ഥാനെ ഏറ്റവും വലിയ തിരിച്ചടിയായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഫിനിഷേഴ്സ്. നല്ല ഫിനിഷേഴ്സ് ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ ഫിനിഷേഴ്സായിട്ട് കളിക്കുന്നവരെല്ലാം ആ ഒരു ലെവൽ ഓഫ് ഫിനിഷിംഗ് മൂവ് കാണിച്ചില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ. സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഷിംറോൺ ഹെറ്റ്മയറും ധ്രുവ് ജുറലാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ ദൂബെ എന്ന് പറയുന്നൊരു പ്ലെയറും ഉണ്ട്. സോ ഇവർ 3 പേരുമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഫിനിഷറായിട്ട് അവർ കരുതിയിരുന്ന പ്ലേയേഴ്സ്. ബട്ട് ഈ ഒരു 3 പേരും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയണം. അതായത് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു 3 താരങ്ങളുടെ ഭാഗത്തു നിന്നും. അതായത് 1ഉം 2ഉം റൺസിനൊക്കെ തോറ്റ കളികളുണ്ട്. അതായത് ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ബാറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 1ഉം 2ഉം 3ഉം റൺസിനൊക്കെ പല സൂപ്പർ ഓവറിൽ തോറ്റ കളി. സോ അത് ഇവരുടെ കുഴപ്പമാണ് എന്ന് തന്നെ പറയണം. ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ. സോ നമുക്കറിയാം ഫ്രണ്ടും അത്ര ഇതല്ലെങ്കിലും അത്യാവശ്യം അവർ കുറച്ച് ആരെങ്കിലും ഒരാളെങ്കിലും ബാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവിടേക്ക് വരുമ്പോൾ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ കൂടി സഹായിക്കേണ്ടത്. സോ അവിടെ ആരും സഹായിക്കുന്നില്ല. ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് പ്രവീൺ ദുബെ എന്ന് പറയുന്ന പ്ലെയറാണ്. സോ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ടീമിൽ. അതുപോലെ തന്നെ നമ്മുടെ ഷിംറോൺ ഹെറ്റ്മയർ, അദ്ദേഹം വിജയത്തിൻ്റെ ആ ഒരു വക്കത്തെത്തുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് പോകുന്നൊരു അവസരമാണ്. അതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ട് വക്കത്തെത്തുമ്പോൾ ആ ഒരു ഫിനിഷിങ് അദ്ദേഹം പോകും. പിന്നെ ധ്രുവ് ജുറലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ എന്തായാലും എന്താണ് രാജസ്ഥാൻ റോയൽസിന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ ഫിനിഷിങ്ങിലെ പോരായ്മ തന്നെയാണ്. ഫിനിഷസ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും സഞ്ജു സാംസൺ ടീം അടുത്ത ഓപ്ഷനിൽ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷേഴ്സിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. സോ ഈ വീഡിയോയിൽ അടുത്തൊരു കാണുക.